ഹലോ, വെൽക്കം ടു മൈ ചാനൽ. പെരുന്നാൾക്ക് അപ്പം ഉണ്ടാക്കൽ കാസർഗോഡുകാരുടെ ഒരു മെയിൻ പരിപാടി. പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കുന്നില്ലേ, അതേപോലെയാണ് അപ്പം ഉണ്ടാക്കലും. അപ്പം നമ്മളിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കുന്നില്ലെങ്കിൽ റെഡിമെയ്ഡായിട്ട് ഇതുപോലെ ഞാൻ ഇപ്പോൾ ചുടുന്ന അപ്പങ്ങളെല്ലാം വാങ്ങിക്കും. ആദ്യം ഞാൻ പൊരി ഉണ്ടല്ല ബാട്ട് പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിൽക്ക് മെയ്ഡിൻ്റെ കപ്പിൽ 2 ഗ്ലാസ്സോളം കപ്പ് പച്ചരി കുതിർത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് അരി ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഗ്രൈൻഡറിൽ അരിച്ചെടുക്കാം. പിന്നെ പൊരിയുണ്ട, കടല കാച്ചണം, അതിലേക്കെല്ലാം വേണ്ടിയിട്ട് പച്ചരി എല്ലാം ഒന്നിച്ച് അരിച്ചെടുക്കണ്ട. ബാട്ട് വത്തലിൻ്റെ ഫസ്റ്റ് അരിച്ചെടുക്കുക. പിന്നെ പൊരിയുണ്ടൊക്കെ ഉള്ളത് ഈ പൊരിയുണ്ട, കടല, അതിലേക്കെല്ലാം ഉള്ള ബാറ്ററിന് പച്ചരി വേറെ അരക്കാനിട്ടിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇടണം. അതുകൂടി അരക്കാനിടാം ഉപ്പിട്ടിട്ട്. പിന്നെ ബാട്ട് വത്തലിലേക്കുള്ള ഈ ഒരു ബാറ്റർ ഇതുപോലെ ഫ്രൈ പാനിൽ വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നല്ല ഹാർഡായി കിട്ടും. ഇതേപോലെ ചില ആൾക്കാർ ബാട്ട് വത്തലിലേക്ക് മുട്ട കൂട്ടാറുണ്ട്. ഞാൻ അതൊന്നും കൂട്ടിയിട്ടില്ല. കേക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡാൽഡ, ഇതിൻ്റെ അളവൊന്നും എത്രയും നമുക്ക് ഓർമ്മയില്ല. ഡാൽഡ എടുത്ത് മെൽറ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ ഒരു ടേസ്റ്റിന് ഒരു 2 സ്പൂണോളം നെയ്യ് ആഡ് ചെയ്യാം. മൈദ ഒരു പാത്രത്തിലേക്കിട്ട് ഇത് 1 കിലോളം മൈദ ഉണ്ട്. അതിൻ്റെ ഇടയിൽ തേങ്ങ എല്ലാം തീർന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ പൊരിയുണ്ടെല്ലാം ഉണ്ടാക്കാൻ തേങ്ങ വേണം. അങ്ങനെ ഹസ്ബൻഡ് ഉണ്ടാക്കുമ്പോൾ ഹസ്ബൻഡിനോട് എനിക്കൊന്ന് തേങ്ങ ഒലിച്ച് തരുമോ, എനിക്ക് എല്ലാ പണിയും ഒറ്റയ്ക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഹസ്ബൻഡ് തേങ്ങ ഒലിച്ച് തന്നു. പിന്നെ ഫസ്റ്റ് എടുത്ത പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ വലിയൊരു പാത്രത്തിലെടുത്തു. പിന്നെ പഞ്ചസാരയും അതിലേക്ക് ആവശ്യത്തിനിട്ടു. ഇതിനൊന്നും കറക്റ്റ് അളവെത്രയെന്ന് പറയാനൊന്നും പറ്റിയില്ല. ഇങ്ങനെ എടുത്തിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു. മധുരം ബാലൻസ് ആവാൻ കുറച്ച് ഉപ്പും കൂടി ഇടുന്നു. പിന്നെ നോക്കുമ്പോൾ എനിക്ക് ഈ ഡാൽഡ ഒരു തേയാത്തതുപോലെ തോന്നി. അതിനോണ്ട് കുറച്ച് ഡാൽഡയും കൂടി മെൽറ്റ് ആവാൻ കിട്ടും. ഡാൽഡ കൂടിയാൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് പൊടിഞ്ഞ് വരും, കുറഞ്ഞാലോ ഹാർഡാവും. നമ്മൾ ഒന്ന് ശരിക്കും നോക്കണേ ഡാൽഡാൻ്റെ അളവ്. അങ്ങനെ ഞാൻ ഇതെല്ലാം ഇട്ടിട്ട് ഇത് പുട്ടിന് കുഴക്കുന്നത് പോലെ ഫസ്റ്റ് ഒന്നിങ്ങനെ നനച്ചെടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് കുഴച്ചെടുക്കാം. പിന്നെ ഞാൻ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ടിട്ട് നോക്കുമ്പോൾ ഇത് ഒരു പൊടിയുന്നത് പോലെ തോന്നി. അങ്ങനെ കുറേ നമ്മൾ വയ്യല്ലോ ഒന്നിച്ചിട്ടിടുമ്പോൾ കുറേ എണ്ണ ഉണ്ടല്ലോ, അങ്ങനെ ആ എണ്ണ ഒന്ന് വേസ്റ്റ് ആവണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിതിലേക്ക് ഒരു 2 കൈ മൈദയും കൂടി ഇട്ടിട്ട് ആഡ് ചെയ്തിട്ട് കുഴച്ചെടുത്തു. പെരുന്നാളിൻ്റെ അപ്പം ചൂടാൻ ഈ പുള്ളമാർക്കെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഓരെന്നെ ഫസ്റ്റേ പറയും പെരുന്നാളിൻ്റെ അപ്പം ചൂടുന്നില്ലേ, ഇത് ചൂടണം അത് ചൂടണം എന്നല്ല. പിന്നെ ഇത് ഹസ്ബൻഡിനെ കൊണ്ട് ഈ കേക്ക് അപ്പത്തിൻ്റെ ഈ ഒരു പൊട്ട് നന്നായി കുഴച്ചെടുത്ത്. എനിക്കിത് ഒറ്റയ്ക്ക് പറ്റുന്നില്ല, ഇത് നിലത്ത് വെച്ചിട്ട് കുഴച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ ഈ ഒരു പാത്രം ഉണ്ടല്ലോ അത് ആടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ പാത്രമെല്ലാം പിടിക്കാൻ കൂടിയിട്ട് അത് നന്നായി കുഴച്ചെടുത്തു. അതിൻ്റെ ഇടയിൽ ഇത് നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട്. അതെല്ലാം കല്ലിൽ എടുത്തിട്ട് ഗ്രൈൻഡർ നന്നായി വാഷ് ചെയ്തെടുക്കാം. ഇനി ഇന്നത്തേക്ക് ഈ ഗ്രൈൻഡറിൻ്റെ ആവശ്യമില്ല. വാഷ് ചെയ്തിട്ട് ഗ്രൈൻഡർ ഈ ടേബിളിന് എടുത്തിട്ട് മാറ്റണം. അപ്പം നമുക്ക് ഈ ടേബിളിൽ നല്ല സ്പേസ് കിട്ടും. അതിന് ബാട്ട് പത്തലേക്ക് ഇതുപോലത്തെ ഗുഡുഗുഡു തേങ്ങ വേണം. അതിന് ഒരു തേങ്ങ ഉടച്ചെടുത്തിട്ട് അതിങ്ങനെ സ്ലൈസ് ചെയ്യണം. ഈ സ്ലൈസിങ് പരിപാടിക്കൊന്നും ഞാൻ പോയിട്ടാണ്, ഇതെല്ലാം ഹസ്ബൻഡാണ് ചെയ്തത്. 1 കിലോളം പൊട്ടുകടലയുണ്ട്. അത് ഒരു തെടുപ്പയിലിട്ടിട്ട് അതിൽ നിന്ന് വേസ്റ്റ് എല്ലാം ഉണ്ടെങ്കിൽ എടുത്ത് കളയണം. ഈ പൊട്ടുകടല എന്ന് പറഞ്ഞാൽ നമ്മളെ കറി വെക്കുന്ന ഒരു കറുത്ത കടല ഉണ്ടല്ലോ, അത് ഉണക്കുന്നതാണ് എന്തോ ചെയ്യുന്നത്. ഈ കടലയിൽ അതിൻ്റെ കുറേ തോലിയെല്ലാം ഉണ്ടാവും ആ കറുത്ത കടലൻ്റെ. അപ്പോഴാണ് എന്നിട്ടാണ് എനിക്ക് മനസ്സിലായത് അത് കറുത്ത കടലിനെ എന്തോ ചെയ്തിട്ട് കിട്ടിയതെന്ന്. അതെല്ലാം മാറ്റിയിട്ട് നമുക്ക് പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഏകദേശം നോമ്പിന് 1 മാസം മുന്നേ ചറുമുറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ച ചറുമുറ ഉണ്ടാക്കിയിട്ട് പൊരി അടന്നെ ബാക്കിയായി. അതെന്നെ എടുത്ത് എക്സ്ട്രാ വാങ്ങിക്കാനൊന്നും പോയിട്ട് അതിലും കാട്ടം കച്ചരെല്ലാം ഉണ്ടാകാൻ നോക്കി, ഒന്നുമില്ല, നല്ല മല്ലികമുട്ട് പോലത്തെ പൊരി. പിന്നെ ഇത് മിക്സിൻ്റെ ജാറിലിട്ട് നന്നായി പൊടിക്കണം. നോക്കുമ്പോൾ ഈ ജാറിൻ്റെ മൂടിൻ്റെ ഈ റബ്ബർ എന്തോ ഒരു കുഴപ്പമുണ്ട്, ശരിക്കും മൂടാൻ പറ്റുന്നില്ല. ഈ ഒരു ജാറ് ഞാൻ യൂസ് ചെയ്യലും കുറവാണ്. ഇത് നമ്മൾ സുജാതാൻ്റെ ഒരു മിഡിലുള്ള ജാറുണ്ടല്ലോ അത്. ഇനി പൊരി ഉണ്ടൊക്കെയുള്ള തേങ്ങ വേണം, ഒരു 3 തേങ്ങ വേണം. അതിൻ്റെ ഇടയിൽ ബാട്ട് പത്തലിനുള്ള ആ ഒരു പുതുക്കി വെച്ച മാവിലേക്ക് എള്ള്, സ്ലൈസ് ചെയ്ത ഡ്രൈ കോക്കനട്ട്, പിന്നെ നമ്മൾ പച്ച കോക്കനട്ട് അതെല്ലാം ഇടണം. ഈ പച്ച കോക്കനട്ട് ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അതിങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുക. അതിൻ്റെ ഇടയിൽ തേങ്ങയെല്ലാം ഞാൻ ചേർക്കുന്നുണ്ട്.
തേങ്ങ കൊത്തിയിട്ട് അതെല്ലാം ഒന്ന് ചരിച്ചെടുക്കണം. തേങ്ങ എല്ലാം ഇതേപോലെ ഒരുമിച്ച് ചരിച്ചെടുത്താൽ പിന്നെ നമുക്ക് ഈ ഒരു മിഷനെല്ലാം തോർത്തിയിട്ട് ഈ മിഷനും ഒന്ന് മൂലയ്ക്ക് വെച്ചാൽ കൗണ്ടർ ടോപ്പിൽ നല്ല സ്പേസ് കിട്ടും. പൊരിയുണ്ടക്ക് ബെല്ലത്തിൻ്റെ അളവൊന്നും എത്രയെന്ന് അറിയുന്നില്ല. ഈ ഒരു 3 കഷ്ണമുള്ള ബെല്ലം ഉണ്ടല്ലോ, അത് നോമ്പിന് മുമ്പേ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായത്. അതും ഒരു 2 കഷ്ണം ഇപ്പം വാങ്ങി വെച്ചിട്ട് അതൊന്ന് ഒടിച്ചെടുത്തു. പിന്നെ അടുപ്പിൻ്റെ അടുത്ത് ബെഡിയെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായി. അതെല്ലാം ഒന്ന് മാറ്റി വെച്ച് അതിലേക്കെല്ലാം തീ പിടിച്ചാൽ പിന്നെ ടപ്പ ഒന്നും ബാക്കി ഉണ്ടാവില്ല. ലേസിക്കുള്ള കോഴിക്കാല് കുക്കറിൽ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായി. അതും വിസിലടിയുമ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെള്ളം മെൽറ്റ് ചെയ്യാൻ വെച്ചു. വെള്ളം അളവൊന്നും എത്രയെന്നൊന്നും അറിയുന്നില്ല. ഫുള്ള് പാനിയാക്കി വെക്കാം. നമുക്ക് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് വരന്നതിനും എടുക്കാം. അങ്ങനെ ഈ ഒരു വെള്ളം നന്നായി മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് ഒരു അപ്പച്ചമ്പ് എടുത്തിട്ട് നമുക്കിത് തേങ്ങ എല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്യാനുള്ളത്. ഇതിലത്തെ ഈ വേസ്റ്റ് എല്ലാം കളയണം. ഞാൻ ഫസ്റ്റ് ഏകദേശം ഒരു 2 കപ്പ് ഈ ശർക്കര പാനി വെച്ചിട്ട് അതിലേക്ക് തേങ്ങ ഒഴിച്ച്. എന്തെന്ന് വെച്ചാൽ തീ നല്ല ഹൈ ഫ്ലെയിമിലുണ്ട്. ഗ്യാസിനെ പോലെ സിം ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അടുപ്പിൽ. അങ്ങനെ അത് ഒഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളതെല്ലാം ഒഴിക്കേണ്ടി വന്നു. മാറ്റി വെക്കാനും ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പാനിയെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, മേക്കെല്ലാം തെറിച്ചാൽ പൊള്ളും. അങ്ങനെ ഇത് നന്നായി മിക്സ് ചെയ്യണം. ഇതിലേക്ക് മധുരം കൂടിയാൽ കുഴപ്പമില്ല, കുറഞ്ഞാലാണ് കുഴപ്പം. പിന്നെ ഇതിലേക്ക് ജീരകം, ഏലക്ക പൗഡർ അതെല്ലാം ആഡ് ചെയ്യലുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത് ഏകദേശം ഒരു 15 മിനിറ്റോളം ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. അല്ലെങ്കിൽ അത്ര ടേസ്റ്റ് ആവില്ല. തേങ്ങ നല്ല വെന്ത് കിട്ടണം. പിന്നെ അതെല്ലാം ഒരു 15-20 മിനിറ്റെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് പൊരിയിടണം. ചില ആൾക്കാർ ഇതിലേക്ക് കുറേ പൊരിയിടലുണ്ട്. പൊരി ഉണ്ടാകുന്ന പറഞ്ഞാൽ പൊരി തന്നെ വേണം എന്നാണ് പറയൽ. എന്നാലും ഞങ്ങൾക്ക് കുറേ പൊരി ഇടുന്നത് ഇഷ്ടമില്ല. എനിക്ക് ഈ തേങ്ങ കൂടുതൽ വേണം. ഞങ്ങൾക്കും പിള്ളേർക്കെല്ലാം അങ്ങനെ തേങ്ങ കൂടുതലായിട്ട്, ഹസ്ബൻഡിനും തേങ്ങ കൂടുതലായിട്ട് നല്ല സോഫ്റ്റ് ആവുന്നതാണ് ഇഷ്ടം. അങ്ങനെ അതിലേക്ക് കുറച്ച് പൊരിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് അത് റെഡി ആവുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പറ്റി പൊടിച്ച ഈ ഒരു കണ്ണൻ കയ്യിലേക്ക് ഇതെല്ലാം പറ്റി പൊടിച്ചിട്ടുണ്ടായിന് അതെല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം. പിന്നെ അതെല്ലാം ഒന്ന് കീച്ച് വെച്ചിട്ട് ഈ അടുപ്പെല്ലാം ഒന്ന് തോർത്തി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഒരു ഉരുളി വെച്ച് കൊടുക്കാം. നല്ല വലിയൊരു ഉരുളി എടുക്കണം. അതിൻ്റെ ഇടയിൽ ഒരു ഉണ്ട ചർട്ടി ഉണ്ടായിരുന്നു, അതും അതിലേക്ക് ഇട്ട് ഈ ഉരുളിയിലേക്ക് 2 കൊട്ട പാമോലിയൻ ഒഴിച്ച് കൊടുക്കാം. ഇതിങ്ങനെ കുറേ ഒഴിച്ചാൽ നമുക്ക് ഇത് ഒരു ദിവസം ഒറ്റ ഇത് ഞാൻ ഏകദേശം 11 മണിക്ക് തുടങ്ങിയ പണി ഒരു 2 മണിയാകുമ്പോൾ എല്ലാം ഫ്രൈ ചെയ്തിട്ടതിന് ബാട്ടുപത്തിൽ നോക്കുമ്പോൾക്ക് ഈ ഒരു പുട്ട് കുറച്ച് ലൂസായ പോലെ തോന്നി. അതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തു. ഇത് മിക്സ് ചെയ്യുമ്പോൾ കൈയെല്ലാം ഇങ്ങനെയാണ് ഒന്നാകെ പറ്റി പൊടിക്കുന്നത്. പിന്നെ അതെല്ലാം ഈ പറ്റി പൊടിച്ച പുട്ടെല്ലാം എങ്ങനെയെല്ലാം എടുത്തു. പിന്നെ ഇത് ബോൾസ് ആക്കണമല്ലോ, അതുകൊണ്ട് കൈക്ക് പറ്റുന്നതിന് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു. ഇത് കുട്ടികളാണ് ഈ ബോൾസ് എടുക്കുന്ന പരിപാടി ചെയ്യേണ്ടത്. അതിനുകൊണ്ട് ഇങ്ങനെ കുറച്ച് കൈക്ക് എണ്ണ തടവുക, ചെറിയ ബോൾസ് ആക്കി എടുക്കുക, ഇതിലേക്ക് വെക്കാമെന്ന് പറഞ്ഞു കൊടുത്തു. ബോൾസ് ഒരു കാരണവശാലും വലുതാവാൻ പാടില്ല അതല്ല പറഞ്ഞു കൊടുത്ത്. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഇതിൽ ചെയ്യാൻ. അങ്ങനെ ഓറിയുടെ ബോൾസ് ആക്കി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എണ്ണ തളിച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഈ പൊട്ടുകടല ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇതിലേക്ക് ഒന്നിങ്ങനെ വെതറുന്ന പോലെ ആക്കി കൊടുക്കാം. ഇതിങ്ങനെ ചെയ്യുമ്പോൾ കൈക്കെല്ലാം കുറേ തെറിക്കുന്നു. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇപ്പോൾ കൈക്ക് തെറിക്കുന്നതിലത്തെ മൈൻഡ് ചെയ്തിട്ട് പണി നിർത്തിയാൽ നമ്മളെ പണി നടക്കില്ല. പിന്നെ അതെല്ലാം ചെയ്തിട്ട് കൈയെല്ലാം ഇടയിൽ കഴുകാനെല്ലാം പോയി. പിന്നെ ഇതിങ്ങനെ ഒന്ന് കുത്തി കൊടുത്തിട്ട് പൊടിയാക്കി കൊടുക്കാം. ചില ആൾക്കാർ ഇത് ഈ ഒരു കടല കാച്ചത് ആക്കുമ്പോൾ നല്ല ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഉതിർന്ന് വരാറുണ്ട്. പക്ഷെ ഞാനാക്കുമ്പോൾ അങ്ങനെ ആവാറില്ല, നല്ല സോഫ്റ്റ് ഉണ്ടാകുന്നേ. ചില ആൾക്കാർ ഇതിൻ്റെ ഈ ഒരു പുട്ടിലേക്ക് മുട്ടിയും അടയലുണ്ട്. ഞാനതും ചെയ്തിട്ടാണ്. ഇതിന് നല്ല തീ വേണം, കുറേ സമയം വേണം നമ്മളെ ഈ കടല ഫ്രൈ ആയി കിട്ടാൻ. അങ്ങനെ നല്ല ഒരു 2 കഷ്ണം വിറകെല്ലാം വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഞാനിവിടെ വാട്ടുപത്തലിനുള്ള ഈ ബോൾസ് പ്രസ് ചെയ്യാനെടുത്ത് അറ്റ് എ ടൈം ഒരു 4 ബോൾസ് എടുത്തിട്ട് ഈ പ്രസ്സറിൽ വെക്കുക, അമർത്താം, എടുക്കുക. ഈ ഒരു തടുപ്പിൻ്റെ മുകളിൽ ഒരു തോർത്ത് വെച്ചിട്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കാം. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അതിൻ്റെ ഇടയിൽ പുള്ളമാറപ്പുറം ഈ ബോൾസ് ആക്കുന്നുണ്ട്. പിന്നീട് ഞാൻ നോക്കുമ്പോൾക്ക് ഇത് റെഡിയായിനാന്ന് കൂടുതലൊന്നും മനസ്സിലാകുന്നില്ല, ഇതിൻ്റെ കളർ എങ്ങനെയാണ്. അങ്ങനെ ഒരു കണ്ണൻ കൈകൊണ്ട് പുറത്ത് കൊണ്ടുവന്ന് നോക്കി, റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കോരിയെടുക്കാം. ഇത് കോരിയെടുക്കുന്നതും കുറച്ച്
കുറച്ച് പണിയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒന്നൊന്നേ കടലുണ്ടല്ലോ അതെല്ലാം കോരിയെടുക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ സെക്കൻഡ് ബാറ്ററി ഇട്ടിട്ട് ഇവിടെ പൊരിയുണ്ട ബോൾസ് ആക്കി എടുക്കണം. ഇത് ഞാൻ പിള്ളേർക്ക് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ചെറിയ ചെറിയ ബോളാക്കണം. എടുത്തിട്ട് ഫസ്റ്റ് ഒരു കയ്യിൽ എടുക്കുക, പിന്നെ മറ്റേ കയ്യിൽ ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കണം. ഇതും വലിയ ബോൾസ് ആവാൻ പാടില്ല. ഇത് എൻ്റെ കയ്യിൽ ഇത്രയ്ക്കേ ആവുന്നു, ഈ നാട്ടിൽ ചെറുതാവാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ബാട്ട് പത്തനുള്ള ഈ ഓരോരോ അപ്പം ഉണ്ടല്ലോ, ഈ തുണീൻ്റെ ഒരു സൈഡായിട്ട് നമുക്ക് തോർത്തിൻ്റെ മറ്റേ സൈഡ് ഇങ്ങനെ മടക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കും ഇതേപോലെ വെക്കാം. അപ്പോൾ നമുക്ക് കുറേ വെക്കാൻ കഴിയും. അങ്ങനെ കടലിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടായിട്ട് പിന്നെയും അവിടെ ഒന്ന് തോർത്താം. ഈ കടല എല്ലാം നമ്മൾ കോരിയെടുക്കണം. ഇനി ബാട്ട് പത്തൽ ചൂടാനുള്ളത്. അപ്പോൾ ബാട്ട് പത്തലിലേക്ക് ഈ കടല അതിൻ്റെ ബാക്കിയെല്ലാം ഉണ്ടെങ്കിൽ അത് കരി അതിലേക്ക് ഈ ബാട്ട് പത്തൽ ഒന്നൊന്നേ എടുത്തിട്ടിടാം. നമ്മൾ ഫസ്റ്റ് ഇടുമ്പോൾ ഇത് കുറേ ഒന്നും ഇടാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ഇടുമ്പോൾ ഇങ്ങനെ പാത്രം നിറഞ്ഞതുപോലെ തോന്നും. പക്ഷേ ഇത് ഫ്രൈ ചെയ്യുമ്പോഴേക്ക് അത് ചുരുളും. അതിൻ്റെ ഇടയിൽ ഞാൻ ഇതെല്ലാം ഒന്ന് ഇവിടെ സ്പീഡാക്കി വെക്കുന്നുണ്ട്. ഇപ്പുറം ഇത് റെഡി ആവുന്നുണ്ട്. ബാട്ട് പത്തലിന് അങ്ങനെ കുറേ തീനൊന്നും ആവശ്യമില്ല, ചെറിയ തീ മതി, അല്ലെങ്കിൽ ഇത് കരിയും. ഇത് നല്ല പരന്ന സാധനമല്ലേ, അതിനോട് നല്ല തീ ഒന്നും വേണ്ട. ഇത് കുറേ സമയമായിരുന്നു. എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്നൊന്നേ ഇടേണ്ടതല്ലേ. അതിൻ്റെ ഇടയിൽ പൊരി കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കടല ഫ്രൈ ചെയ്ത അതേ ഒരു ബാറ്ററിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി എല്ലാം ഒന്ന് നോക്കാം. അതിലേക്ക് ഇങ്ങനെ ബോൾസ് ഒന്നൊന്നേയായി ഇടാം. അത് ഇട്ടിട്ട് ഇത് നമുക്ക് ഈ ഒരു ഉരുളിയിൽ എത്ര പൊടിക്കുന്നത് അത്ര ഇട്ട് കൊടുക്കാം. കുറേ ഇട്ടിന്. ഇത് നമുക്ക് ഏകദേശം ഈ ഒരു 3 തേങ്ങൻ്റെ ബോൾസ് 3 ട്രിപ്പേ വേണ്ടി വന്നിട്ടു. അതെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിടുമ്പോഴേക്കും കൈക്ക് തെറിക്കുന്നു. ഇപ്പോൾ ഒരു ബാട്ട് പത്തലിടുമ്പോൾ മാത്രമേ കൈക്ക് തെറിക്കാതെ ഇരുന്നിട്ടുള്ളൂ. അങ്ങനെ ഇതെല്ലാം ഒന്നൊന്നേ ഇട്ട് കൊടുക്കാം. ഇതിവിടെ റെഡിയാവും. ബാട്ട് പത്തൽ നമ്മൾ ഫ്രൈ ചെയ്യും. ഈ പൊരിയുണ്ട നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴേക്ക് കുറച്ചും കൂടി നല്ലൊരു ബ്രൗൺ കളറായി കിട്ടണം, അല്ലെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാകുന്നില്ല. ഇത് ഇടുന്നതിൻ്റെ ഇടയിൽ അതെല്ലാം ഇട്ടിട്ടായിട്ട് പിന്നെ കൗണ്ടർ ടോപ്പ് നന്നായി തുടച്ച് വൃത്തിയാക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിൽ കേക്ക് നമ്മൾ ഫസ്റ്റ് ഒരു സാധനം മൈദയിലേക്ക് ഡാൽഡ വെച്ചിട്ട് കുഴച്ച് വെച്ചിട്ട് അത് ഈ കൗണ്ടർ ടോപ്പിൽ വെച്ച് പരത്താനുണ്ട്. അതിനുകൊണ്ട് കൗണ്ടർ ടോപ്പ് നന്നായി കുറച്ച് ബ്രഷും സോപ്പെല്ലാം ഇട്ടിട്ട് തുടച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് അതിൻ്റെ നേരെല്ലാം പോയി വെച്ചിട്ട് ഒരു നനഞ്ഞ തുണിയിൽ തോർത്തിയിട്ട് പിന്നെ ഒരു ഉണക്ക് തുണിയിൽ തോർത്തി വൃത്തിയാക്കി എടുത്തു. പിന്നെ ഈ ഒരു ബാറ്റർ എടുത്തിട്ട് അതൊന്ന് പരത്തിയെടുക്കണം. പരത്തുമ്പോൾ ഇത് കുറച്ച് ഹാർഡാണ്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇതിങ്ങനെ ചപ്പാത്തിൻ്റെ ആ ഒരു കോല് നമുക്കൊന്ന് നീട്ടാൻ പറ്റി. ഇത് നല്ലോണം പരത്തണ്ട, കുറച്ച് പരത്തിയാൽ മതി. അങ്ങനെ കുറച്ച് പരത്തിയിട്ട് അത് നീളത്തിൽ മുറിക്കണം, നേരെ കഷ്ണാക്കിയിട്ട്. പിന്നെ ഫസ്റ്റ് ഞാൻ അഡത്തിൽ മുറിച്ച് പിന്നെ അത് ഞാൻ മാറ്റി. അതിൻ്റെ റീസൺ എന്തെന്ന് വയ്യേ കാണും. നീളത്തിൽ മുറിച്ച് അഡത്തിൽ മുറിച്ച് പിന്നെ ഇന്ന് ഒന്നൊന്നേ എടുത്തിട്ട് പ്ലേറ്റിലിടാൻ നല്ല ബുദ്ധിമുട്ട്. അതുകൊണ്ട് എന്ത് ചെയ്ത് നീളത്തിൽ മാത്രം മുറിക്കണം. എന്നിട്ട് അതൊന്ന് കയ്യിലെടുത്തിട്ടായിട്ട് അത് കത്രി കൊണ്ട് ഒന്നൊന്നേ മുറിച്ചിട്ട് ഇടണം. ഇത് നല്ല സിമ്പിളാണ്. ഇങ്ങനെ ഞാൻ ചെയ്യല്. ഇതിപ്പോൾ നമ്മൾ വർഷത്തിൽ 1-2 പ്രാവശ്യം, ആകെ 2 പെരുന്നാൾക്ക് മാത്രമല്ല ഉണ്ടാക്കല്. അതുകൊണ്ട് ഇത് എങ്ങനെയെന്നൊന്നും ശരിക്കും ഓർമ്മയില്ല. ഇങ്ങനെ ആക്കിയെടുത്താൽ നമുക്കത്ര ഒന്നൊന്നേ എടുക്കാനും ബുദ്ധിമുട്ടാകുന്നില്ല, പെട്ടെന്നിടാം. പിന്നെ അതെല്ലാം എണ്ണക്കിട്ട് ഇത് എണ്ണക്കിടുന്നതും അങ്ങനെ നമ്മൾ ഇത് ഇങ്ങനെ കത്രിയോട് മുറിച്ചിട്ടിടുമ്പോൾക്ക് ഒട്ടിപ്പൊടിക്കും. പക്ഷെ എണ്ണയിലിട്ടാൽ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇതും പെട്ടെന്ന് കുക്കായി കിട്ടും. ഇതിനും അധികം ഫ്ലെയിം ഒന്നും വേണ്ട. ഹൈ ഫ്ലെയിം വെച്ചാൽ ഇത് നല്ല കളർ ചേഞ്ച് ആവും, പക്ഷേ ഉള്ളു കുക്കായി കിട്ടിയില്ല. ഇത് ഞാൻ ഫസ്റ്റ് ഇടുമ്പോൾ ട്രിപ്പിൽ കൂടിപ്പോയി. അങ്ങനെ കുറച്ച് കോരി എടുത്തിട്ട് ഇത് മാറ്റി. അങ്ങനെ ഏകദേശം 4 മണിക്കൂർ ചുട്ടു. ഇത്രയെല്ലാം ആയിട്ടാകുമ്പോൾ എൻ്റെ കൈയും നടുവും പുറമെല്ലാം പൊളിഞ്ഞ്. ഇത് ഉച്ചയ്ക്ക് ഏകദേശം 2:30 മണിയായിട്ടുണ്ട് ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.